Good morning, one and all. Welcome to our class. Today, let's go to the next chapter, The Price of Flowers, written by Prabhat Kumar Mukhopadhyaya. Mukhopadhyaya was a very famous Bengali writer, and this story also was originally written in Bengali and then translated it into English. This story is about a young poor British teenage girl, Alice Margaret Clifford. It's a very touching story. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഓതർ പ്രഭാത് കുമാർ മുഖോപാധ്യായ. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബംഗാളി റൈറ്ററാണ്. ഒരു പക്ഷേ രവീന്ദ്രനാഥ് ടാഗോറിന് ശേഷം ഷോർട്ട് സ്റ്റോറി രംഗത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മുഖോപാധ്യായുടേത്. അപ്പോൾ ഇതിനകത്തെ സെൻട്രൽ ക്യാരക്ടർ ഒരു ബ്രിട്ടീഷ് ഗേളാണ്, ഒരു ടീനേജ് ഗേളാണ്, ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. ഈ സ്റ്റോറി നടക്കുന്നതും ലണ്ടനിലാണ്. ഇത് ആദ്യം എഴുതിയിരുന്നത് ബംഗാളി തന്നെയാണ്, പിന്നീട് അത് മലയാളം അല്ലെങ്കിൽ പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. ഇതൊരു അല്പം ലെങ്തി ആയിട്ടുള്ള സ്റ്റോറിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ 2-3 പാർട്ടായിട്ട് ഇടേണ്ടി വരും. പാർട്ട് 1 എന്നുള്ള രീതിയിൽ ആദ്യം നമുക്ക് കൊടുക്കാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പ്രഭാത് കുമാർ മുഖോപാധ്യായ. ഇറ്റ് വാസ് നിയർലി 1 o'clock and I was feeling extremely hungry, so I made my way slowly to a vegetarian restaurant which was not far away in St. Martin's Lane. Lunch hours in London restaurants were not so crowded in those days. അപ്പം അദ്ദേഹം ഇതിൻ്റെ അകത്തെ ഹീറോ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എവിടെയായിരുന്നു, സെയിൻറ്റ് മാർട്ടിൻസ് ലെയിൻ എന്ന് പറയുന്ന ലണ്ടനിലെ ഒരു സ്ട്രീറ്റിൽ. അപ്പോൾ അവിടെ കയറുകയാണ്. ആ കാലഘട്ടങ്ങളിൽ ലഞ്ച് അവേഴ്സ് അല്ലെങ്കിൽ ഉച്ച സമയത്ത് ലണ്ടൻ റെസ്റ്റോറൻറ്റുകൾ അത്ര തിരക്കേറിയതായിരുന്നില്ല. I found not more than 3 or 4 hungry people scattered around the room. I chose a table, seated myself and opened newspaper. അവിടെ സ്കാറ്ററി എന്ന് പറഞ്ഞാൽ ചതുരിക്കിടക്കുക. ഇവിടെ അവിടെ വേർഡ് മീനിങ് അതാണ്, പക്ഷേ ഇവിടെ 2-3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് സീറ്റിലെ ആളുണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ടേബിളിലിരുന്നു, ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങി. A waitress came up and waited politely for my order. I raised my eyes from the paper and glanced at the menu and told her what I required. Thank you, sir, she said and went briskly and noiselessly away. Briskly എന്ന് പറഞ്ഞാൽ വളരെ സ്മാർട്ടായിട്ട്, വളരെ ചുരുക്കോടുകൂടി. അപ്പോൾ ഞാനിവിടെ എ വെയിട്രസ് കെയിം അപ്പ് ആൻഡ് വെയിറ്റഡ് പൊളൈറ്റ്ലി. അപ്പോൾ ഒരു വെയിട്രസ് വന്നു. സാധാരണ നമ്മൾ ബോസ് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ വെയിട്രസ് വരുന്നു അല്ലെങ്കിൽ വെയിറ്റർ വരുന്ന പോലെ ഇവിടെയും വന്നു. ഞാൻ മെനു ഗ്ലാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊന്ന് നോക്കി. ഐ ലുക്ക്ഡ് അറ്റ് ദ മെനു ആൻഡ് ഓർഡർ വാട്ട് ഐ റിക്വയർഡ്. അതിനുശേഷം ഷീ വെൻ ബാക്ക് ബ്രിസ്ക്ലി. വളരെ സ്മാർട്ടായിട്ട്, വളരെ ചുരുക്കോടുകൂടി അവൾ മടങ്ങിപ്പോയി. അറ്റ് ദാറ്റ് മൊമെൻറ്റ് മൈ അറ്റൻഷൻ വാസ് ഡ്രോൺ ടു എ ടേബിൾ നോട്ട് ഫാർ ഫ്രം മൈൻ. എ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് ദർ. ഷീ ഹാഡ് ബീൻ വാച്ചിങ് മീ വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ് but turned her eyes away as soon as I looked at her. At that moment, I noticed a girl. ഞാനൊരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. A young English girl was sitting there. ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗേൾ ആണ് ഇതിൻ്റെ ഹീറോയിൻ എന്ന് പറഞ്ഞു, സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഷീ ഹാഡ് ബീൻ വാച്ചിങ് മീ. ആ പെൺകുട്ടി ഇദ്ദേഹത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ്. ആരെയോ തിരഞ്ഞിരിക്കുന്ന മാതിരി, ആരെയോ വളരെ നാളായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയ ആ ഒരു സർപ്രൈസ് ആ പെൺകുട്ടിയുടെ കണ്ണിലുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഷീ ടേൺ ഹെർ ഐസ് എവേ as soon as I looked at her. ഞാൻ നോക്കി അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു എന്ന് കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് ആ പെൺകുട്ടി അവളുടെ കണ്ണുകൾ മാറ്റിക്കളഞ്ഞു. ദ ഗേൾ വാസ് 13 or 14 years old. Her clothes betrayed her poverty. Her hair hung in a heavy stream down her back. Her eyes were large. They had a sad expression. I watched her when she was not looking so that she would not notice. My lunch was served as she was finishing hers, and the waitress brought her the bill. Bills are paid at the desk as one goes out. The desk is near the door.
ദ ഗേൾ വാസ് 13 or 14 years old. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ടീനേജ് ഗേളാന്ന് പറഞ്ഞു. ഹെയർ ക്ലോസ് ബിട്രേഡ് ഹെർ പോവേർട്ടി. ബിട്രേ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ വേർഡ് മീനിങ് അവളുടെ വേഷത്തിൽ നിന്ന് തന്നെ അറിയാം അവളുടെ പോവേർട്ടി, അവളുടെ ദാരിദ്ര്യം. ഹെയർ ഹെയർ ഹങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹെയർ ബാക്ക്. നിറച്ചു മുടിയുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ഹെർ ഐസ് വെർ വെരി ലാർജ് ആൻഡ് ദേ ഹാഡ് സാഡ് എക്സ്പ്രഷൻ. അവളുടെ കണ്ണുകൾ വളരെ വികസിച്ച കണ്ണുകളായിരുന്നു. പക്ഷേ അത് മുഴുവനും വിളിച്ചു പറയുന്നത് അവളുടെ ദയനീയത, അവളുടെ ദുഃഖമാണ് ആ കണ്ണുകളിൽ മുഴുവനും നിഴലിച്ചിരുന്നത്. ഐ വാച്ച് ഹെർ വെൻ ഷീ വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ വുഡ് നോട്ട് നോട്ടീസ്. ഞാൻ അവൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നി അല്ലെങ്കിൽ മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് ഞാൻ ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത്. മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിങ് ഹെർ. പക്ഷെ അവൾക്കിടെ ഭക്ഷണം അവൾ കഴിച്ച ശേഷമാണ്, അല്ലെങ്കിൽ കഴിച്ച് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഫുഡ് എൻ്റെ ടേബിളിൽ എത്തിയത്. ദ വെയിറ്റേഴ്സ് ബ്രോട്ട് ഹെയർ ദ ബിൽ ആൻഡ് ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട്. ദ ഡെസ്ക് ഈസ് നിയർ ദ ഡോർ. അവൾ പിന്നെ ഡോറിൻ്റെ നിയറായിട്ടാണ് നമ്മളുടെ ഡെസ്ക്. അവൾ പക്ഷേ പോകാൻ നേരത്താണ്, ഇന്നത്തെ പോലെ അത്ര തിരക്കില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ പോകാൻ നേരത്താണ് ബില്ല് പേ ചെയ്യുന്നത്. ദ ഗേൾ സ്റ്റുഡ് അപ്പ്, മൈ ഐസ് ഫോളോഡ് ഹെയർ. As she paid her bill, she asked the cashier in a low voice, "Please, miss, can you tell me if that gentleman is an Indian?" അവൾ പോകാൻ നേരത്ത് ആ കാഷ്യറോട് ഒരു കാര്യം തിരക്കി. അവിടെ ആ ടേബിളിലിരിക്കുന്ന അദ്ദേഹം, ആ ജെൻറ്റിൽമാൻ ഒരു ഇന്ത്യക്കാരനാണോ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. ഐ തിങ്ക് സോ, കാഷ്യർ ആൻസേർഡ്. അങ്ങനെ തോന്നുന്നു. ഡസ് ഹീ കം ഹിയർ ഓൾ ദ ടൈം? അദ്ദേഹം ഇവിടെ എല്ലായ്പ്പോഴും വരാറുണ്ടോ? പെർഹാപ്സ് നോട്ട്. ഐ ഡു നോട്ട് റിക്കോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തെ കണ്ടതായിട്ട് ഓർമ്മിക്കുന്നില്ല. താങ്ക് യു, said the girl and looked at me once more with a startled air and went out. ഒന്നും കൂടെ അവൾ എന്നെ നോക്കിയിട്ട് അവൾ അവിടുന്ന് പോയി. It surprised me. What was the matter? Her interest in me aroused my interest in her. And when I had finished my lunch, I asked the waitress, "Do you know the girl who was sitting over there?" ഇറങ്ങാൻ നേരത്തെ ഇദ്ദേഹവും ആ ക്യാഷ്യറിൻ്റെ അടുത്ത് തിരക്കി. ക്യാഷ്യറിൻ്റെ അടുത്തല്ല, വെയിട്രസിൻ്റെ അടുത്ത് തിരക്കി. "ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദർ?" അവിടെ ഇരുന്ന ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? "നോ സർ, ഐ ഡു നോട്ട് നോ ഹെർ. ടു സ്പീക്ക് ഓഫ്, ഐ ഹാവ് നോട്ടീസ് ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺലി ഓൺ സാറ്റർഡേയ്സ്." ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ സാറ്റർഡേയിൽ മാത്രമാണ് ലഞ്ച് കഴിക്കാൻ വരുന്നത്. ആ ഉച്ചഭക്ഷണം കഴിക്കുന്നത് സാറ്റർഡേയിൽ മാത്രമാണ് ആ കുട്ടിയുടെ വരാറുള്ളൂ. ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ? ഐ നെവർ സീ ഹെയർ ഓൺ അതർ ഡേയ്സ്. മറ്റ് ദിവസങ്ങളിലൊന്നും ഞാൻ കാണാറില്ല. ഹാവ് യു എനി ഐഡിയ ഹൂ ഷീ ഈസ്? ആരാണെന്ന് എന്തെങ്കിലും? പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. ഒരു പക്ഷേ അടുത്ത് ഷോപ്പിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന കുട്ടിയായിരിക്കാം. ഹൗ ഡു യു നോ? സാറ്റർഡേ ഈസ് പേ ഡേ. ദാറ്റ് ഈസ് വെൻ ഷീ കംസ്. ഓൺ അതർ ഡേയ്സ് ഷീ മേ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്. അപ്പോൾ ഈ വെയിറ്റേഴ്സ് പറഞ്ഞ മറുപടി കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. എന്താ കാരണം? സാറ്റർഡേ ഈസ് പേ ഡേ. അപ്പോൾ അവർ ഏത് വർക്കാണോ, ആ പെൺകുട്ടി ഏത് തൊഴിലാണോ ചെയ്യുന്നത്, സാറ്റർഡേ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ സാറ്റർഡേയിലായിരിക്കാം അതിൻ്റെ വേതനം കിട്ടുന്നത്, അതിൻ്റെ കൂലി കിട്ടുന്നത്. ദാറ്റ് ഈസ് വെൻ ഷീ കം ഓൺ അതർ ഡേയ്സ് ഷീ മേ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ താങ്ങാനാവുക. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ ലഞ്ചിന് ഉള്ള രൂപയും കൂടെ താങ്ങാൻ ഒരു പക്ഷേ ആ കുട്ടിയെ കൊണ്ട് ആവില്ലായിരിക്കാം. പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. ഒരു പക്ഷേ ആ കുട്ടിക്ക് വലിയ വേതനം കിട്ടുന്ന തൊഴിലായിരിക്കില്ല. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്. ആ വെയിട്രസിൻ്റെ അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞ ഉത്തരം കേട്ടിട്ടല്ലേ, ആൻസർ കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ കരള് ഒന്ന് അലിഞ്ഞുപോയി. കാരണം ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി സാറ്റർഡേ മാത്രം ലഞ്ച് കഴിക്കുക. കാരണം സാറ്റർഡേയിൽ മാത്രമായിരിക്കാം അവളുടെ കൂലി, ആഴ്ചയിൽ ഒരു സാറ്റർഡേ ആയിരിക്കാം കിട്ടുന്നത്. അന്ന് മാത്രമേ ആ കുട്ടിക്ക് ലഞ്ച് കഴിക്കാൻ പറ്റുന്നുള്ളൂ എന്ന മറുപടി കേട്ടപ്പം ഇദ്ദേഹത്തിന് താങ്ങാനായില്ല. ദ ക്യൂരിയോസിറ്റി ഐ ഫെൽറ്റ് അബൌട്ട് ദ ഗേൾ പെർസിസ്റ്റഡ്. ഹു വാസ് ദാറ്റ് ചൈൽഡ്? വൈ ഹാഡ് ഷീ ഇൻക്വയർഡ് അബൌട്ട് മീ?
Was some mystery the cause of her interest? Her poverty-stricken, sad, and anxious figure took possession of my thoughts. On Sundays, all London shops are closed, so I set out to look for her after breakfast on Monday morning. I looked into the shops on the streets near and St. Martin's Lane, and especially the shops on the Strand, but I found no trace of the girl. The ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി, എനിക്കൊരു എന്തോ ഒരു ആകാംക്ഷ, എന്താണ് ആ കുട്ടി, എന്താണ് എന്നെക്കുറിച്ച്, ഒരു ഇന്ത്യൻ ആണോ എന്ന് തിരക്കിയതിൻ്റെ ഒരു പിന്നിലുള്ള കാരണം എന്താണെന്നറിയാനുള്ള ഒരു ജിജ്ഞാസ, ക്യൂരിയോസിറ്റി. ഐ ഫെൽറ്റ് അബൌട്ട് ദ ഗേൾ പെർസിസ്റ്റഡ്. എനിക്ക് അത് വീണ്ടും പെർസിസ്റ്റ് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും വീണ്ടും എനിക്ക് ആ പെൺകുട്ടിയെക്കുറിച്ച് അറിയാനുള്ളൊരു ആഗ്രഹം എന്നിൽ നിലനിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. ഹു വാസ് ദ ചൈൽഡ്? വൈ ഹാഡ് ഷീ എൻക്വയർഡ് അബൌട്ട് മീ? വാസ് സം മിസ്റ്ററി ദ കോസ് ഓഫ് ഹെയർ ഇൻട്രസ്റ്റ്? എന്തെങ്കിലും മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു ദുരിതപൂർണ്ണ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും കഥ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവുമോ? ഹെർ പോവർട്ടി സ്ട്രൈക്കൺ, അവളുടെ ആ ഒരു ദാരിദ്ര്യം നിറഞ്ഞ സാഡ് ആൻഡ് ആങ്ഷ്യസ് ഫിഗർ, അല്ലെങ്കിൽ അവളുടെ കണ്ണുകളിൽ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു ദുഃഖം നിഴലിക്കുന്ന ഭാവം, അതെല്ലാം എന്നിൽ ഒരു ജിജ്ഞാസ ഉണർത്തി. ഓൺ സൺഡേസ് ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്, സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹെയർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ മൺഡേ മോർണിംഗ്. ഞാൻ അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു മൺഡേ മോർണിംഗ് ഈ പെൺകുട്ടിയെ തിരക്കി ഇറങ്ങുകയാണ്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ ഷോപ്സ് ഓൺ ദ സ്ട്രീറ്റ്സ് നിയർ സെയിൻറ്റ് മാർട്ടിൻസ് ലെയിൻ ആൻഡ് എസ്പെഷ്യലി the shops on the stand, but I found no trace of that girl. പക്ഷേ ഞാൻ അന്ന് ഇതിലെല്ലാം തിരക്കി ഇറങ്ങിയെങ്കിലും അതിലുള്ള ഷോപ്പുകളിൽ ആ സെയിൻറ്റ് മാർട്ടിൻസ് ലെയിനിൽ ആ കുട്ടിയെ എവിടെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. We crossed the bridge and arrived in Lambeth. It is a poor neighborhood. If I ever become a secretary, Maggie said, I shall take my mother away. കാരണം ഈ കുട്ടി പറയുകയാണ്, അവർ ലാംബത്ത് എന്നുള്ളതാണ് അവരുടെ തെരുവിൻ്റെ പേര്, ലാംബത്ത്. അപ്പോൾ ലാംബത്തിൽ അതൊരു വളരെ പോറായിട്ടുള്ള ഒരു നെയ്ബർഹുഡാണ്. വളരെ തെരുവിലെല്ലാം ദരിദ്രമായിട്ടുള്ള അല്ലെങ്കിൽ ദരിദ്രമായിട്ടുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ എപ്പോഴെങ്കിലും എനിക്കൊരു സെക്രട്ടറിയുടെ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് കുറച്ചും കൂടെ നല്ലൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഡിഡ് യുവർ ഫാദർ കോൾ യു മാഗി ഓർ മാക്സി? When he was very affectionate, he called me Maxi. How did you know? എൻ്റെ അച്ഛൻ എന്നോട് ഏറ്റവും വാത്സല്യം തോന്നുമ്പം, ഏറ്റവും സ്നേഹം തോന്നുമ്പോൾ എന്നെ വിളിക്കുന്നത് മാക്സിന്ന് അല്ലെങ്കിൽ മാഗി എന്നാണ് വിളിക്കാറ്. അത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? Yes, I answered mysteriously. We are Indians, We know about the future and all kinds of magic. ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വെറുതെ ഇദ്ദേഹം പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, ഒരു പവറുണ്ട്. എന്ത് പവറാണ്? ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു പവറുണ്ടെന്ന്, ഒരു മാജിക്കൽ പവർ. ഓ, ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹേർഡ്, ഷീ സെഡ്. ഞാനും അത് തന്നെയാണ് ഇന്ത്യക്കാരെ കുറിച്ച് കേട്ടിരിക്കുന്നത്. ഇൻഡീഡ്, ഐ വാസ് സർപ്രൈസ്ഡ്. വാട്ട് യു ഹാവ് ഹേർഡ്? താങ്കൾ എന്താ കേട്ടിരിക്കുന്നത് ഇന്ത്യയെക്കുറിച്ച്? ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹു ഹാവ് ഒക്കൾട്ട് പവേഴ്സ്. ദേ ആർ കോൾഡ് യോഗീസ്, ബട്ട് യു ആർ നോട്ട് എ യോഗി. ഞാൻ കേട്ടിട്ടുണ്ട് ഒക്കൾട്ട് പവർ എന്ന് പറഞ്ഞാൽ മാജിക്കൽ പവർ. ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, പക്ഷേ അവരെ വിളിക്കുന്ന യോഗീസ് എന്നാണ്. ബട്ട് യു ആർ നോട്ട് യോഗി. പക്ഷേ താങ്കളൊരു യോഗി അല്ലല്ലോ. ഹൗ ഡു യു നോ ദാറ്റ് ഐ എം നോട്ട് എ യോഗി, മാഗി? ഞാനൊരു യോഗിയല്ല എന്ന് മാഗിയോട് ആരാണ് പറഞ്ഞത്? യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. അവർ മാംസാഹാരം കഴിക്കില്ലല്ലോ. ഈസ് ദാറ്റ് വാട്ട് യു ആസ്ക്ഡ് മീ ഇൻ ദ ബിഗിനിങ് വെദർ ഐ എം എ വെജിറ്റേറിയൻ ഓർ നോട്ട്? ഓ, അതുകൊണ്ടാണ് താങ്കൾ എന്ന റെസ്റ്റോറൻറ്റ് വെച്ച് ആർ യു വെജിറ്റേറിയൻ ഓർ നോട്ട് എന്ന് ചോദിച്ചത് അല്ലേ? ഷീ സ്മൈൽ വിതൗട്ട് ആൻസറിങ്. അപ്പോൾ ഈ കുട്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം അറിയാതെ പറഞ്ഞു പോകുന്നത്. കാരണം എന്താ, ഇവൾ ആഗ്രഹിച്ചതും ഈ ഒക്കൾട്ട് പവർ ഇന്ത്യക്കാർക്ക് ഉണ്ട് എന്നൊരു എവിടെ നിന്ന് ഒരു ശ്രുതി ഇവൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ വളരെ കാര്യമായിട്ടൊരു ഇന്ത്യക്കാരനെ തിരക്കി നടന്നതും ആ ഇന്ത്യക്കാരനെ വിളിച്ചിട്ട് വരുന്നതും. She smiled without answering. We had reached the narrow doorway. Maggie took a thin latchkey out of her pocket and opened the door, and she entered and said, "Please come in." ലാച്ച്കി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുറ്റും കൊളുത്തും പോലെയുള്ള, അപ്പോൾ അതിൻ്റെ കീ എടുത്തു, അവൾ തുറന്നു കൊടുത്തു. When I was inside, Maggie closed the door as she went to the foot stair and said, raising her voice a little and called, "Mother, mother, where are you?" അകത്ത് കയറിയപ്പോഴത്തേനും അവർ ഡോറ് അടച്ചു, അമ്മയെ വിളിച്ചു. അപ്പോൾ ഐ ആം ഇൻ ദ കിച്ചൺ.
ദ ആൻസർ കെയിം ഫ്രം ബിലോ, കം ഡൗൺ. അപ്പോൾ ആ കുട്ടിയെ അമ്മയെ തിരക്കി വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ താഴെയാണ്. അപ്പോൾ അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കഴിഞ്ഞിട്ട് താഴെയാണ് ഇവരുടെ കിച്ചൺ വരാറ്. അപ്പോൾ അമ്മ കിച്ചണിലാണെന്നും. ഇറ്റ് ഈസ് നെസസറി ടു എക്സ്പ്ലെയിൻ ഹിയർ ദാറ്റ് ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ എബവ് ഗ്രൗണ്ട് ആൻഡ് കിച്ചൺസ് ആർ ഓഫൺ ബിലോ സ്ട്രീറ്റ് ലെവൽ. കണ്ടോ, കിച്ചൺ സാധാരണഗതിയിൽ ആ സ്ട്രീറ്റിനല്ല ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴേക്കാണ് വരാറ്. മാഗി ലുക്ക്ഡ് അറ്റ് മീ ക്വസ്റ്റനിങ്ലി, ഡു യു മൈൻഡ്? അപ്പോൾ അമ്മ താഴെയാണെന്ന് അറിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് വീണ്ടും ഇദ്ദേഹത്തോടെ എന്താ പറയണ്ടേ, എന്താ ചോദിക്കണ്ടേ, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ താഴേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ടുഗദർ വി ഡിസെൻഡഡ് ദ ചെയർ, ഡിസെൻഡ് ചെയ്യുന്ന താഴേക്ക് ഇറങ്ങുക, ഡിസെൻഡഡ് ദ സ്റ്റെയർസ് ടു ദ കിച്ചൺ. മദർ, മാഗി ഫ്രം ദ ഡോർവേ, ആൻ ഇന്ത്യൻ ജെൻറ്റിൽമാൻ ഹാസ് കം ടു സീ യു. അവൾ വളരെ ആവേശത്തോട് വിളിച്ചു പറയാണ്, ആൻ ഇന്ത്യൻ ജെൻറ്റിൽമാൻ ഹാസ് കം ടു സീ യു. ഒരു ഇന്ത്യക്കാരൻ എന്താ വന്നിരിക്കുന്നു. വെർ ഇസ് ഹി? ദ ഓൾഡ് വുമൺ ആസ്ക്ഡ് ഈഗേർലി. ഇവളുടെ ചോദ്യവും വളരെ, ഇവളുടെ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഇവളുടെ സംസാരത്തിലും കുറച്ച് ആവേശമുണ്ട്, അമ്മ അതിലും താല്പര്യത്തോടു കൂടിയാണ്. ഇന്ത്യക്കാരനോ, എവിടെ? വിത്ത് എ സ്മൈൽ ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദ കിച്ചൺ ബിഹൈൻഡ് മാഗി ആൻഡ് ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ആസ്, ദിസ് ഈസ് മിസ്റ്റർ ഗുപ്ത മദർ. ഇതാണ് അമ്മേ ഗുപ്ത. ഷീ സെഡ്, മിസ്റ്റർ ഗുപ്ത, ദിസ് ഈസ് മൈ മദർ. ഇതെൻ്റെ അമ്മയാണെന്ന് ഗുപ്തയ്ക്കും ഇത് ഗുപ്തയാണെന്ന് അമ്മയ്ക്കും പരിചയപ്പെടുത്തി കൊടുത്തു. ഹൗ ഡു യു ഡു? ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. എങ്ങനെയാണ് സാധാരണ നമ്മൾ അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യുക. അപ്പോൾ ഹൗ ഡു യു ഡു എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം കൈ പുറത്തേക്ക് കാണിക്കുമ്പം അവർ പറയുകയാണ്, എക്സ്ക്യൂസ് മീ, മൈ ഹാൻഡ്സ് ഫുള്ളി കവേർഡ് വിത്ത് ഫ്ലോർ. ഫ്ലോർ എന്ന് പറഞ്ഞാൽ അവരെന്തോ പൊടി കൊണ്ട് എന്തോ കേക്ക് നിർമ്മാണത്തിൻ്റെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കയ്യിൽ മുഴുവനും ഇതിൻ്റെ മാവാണ്. അപ്പോൾ അതുകൊണ്ട് ഷീ സെഡ് ഹോൾഡിങ് ദം ഔട്ട് ഫോർ മീ ടു സീ. അപ്പോൾ അമ്മ ഇത് ഞാൻ കണ്ടോ, എൻ്റെ കയ്യിൽ അപ്പടി പൊടിയാണെന്ന് കാണിക്കുകയാണ്. ദേ വർ കവേർഡ് വിത്ത് ഫ്ലോർ. ഫ്ലോർ എന്ന് പറഞ്ഞാൽ മാവ്, അരിപ്പൊടി. ടുഡേ ഈസ് സാറ്റർഡേ, ഷീ എക്സ്പ്ലെയിൻ. ഐ ആം മേക്കിംഗ് കേക്ക്സ്. പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ്. ദേ വിൽ ബി സോൾഡ് ഓൺ ദ സ്ട്രീറ്റ്സ് ടു നൈറ്റ്. ദിസ് ഈസ് ദ വേ വി ആർ മേക്കിംഗ് അവർ ലിവിങ്. ലോട്ട്സ് ഓഫ് ട്രബിൾ. അത് കഴിഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ മാർക്കാണ്, കണ്ടോ. അപ്പോൾ ഐ ആം മേക്കിംഗ് കേക്ക്സ്, പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ്, ടുഡേ ഈവനിങ്. കാരണം ഞാൻ ഇന്ന് എൻ്റെ തൊഴിലെന്ന് പറയുന്നത്, സാറ്റർഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി എന്ന് പറയുന്നത് കേക്ക് നിർമ്മാണമാണ്. കാരണം ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ കേക്കെല്ലാം വിറ്റ് പോവുക. ദേ വിൽ ബി സോൾഡ് ഓൺ ദ സ്ട്രീറ്റ് ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ. ദിസ് ഈസ് ദ വേ വി ആർ മേക്കിംഗ് അവർ ലിവിങ്. ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിക്കാനുള്ള എന്തെങ്കിലും അല്പം കരുതുന്നത്, അങ്ങനെയാണ്. ലോട്ട്സ് ഓഫ് ട്രബിൾ, ദുരിതങ്ങൾ ധാരാളം. Saturday night is a time of festivity in the poor neighborhoods. All sorts of things are sold from countless lighted pushcarts, and the streets are more crowded than on any other day. Saturday is the day the poor people are able to spend a little, for they receive their weekly wages. വേജ് എന്ന് പറഞ്ഞാൽ വേതനം. ഇവിടെ തന്നെ സാധൊന്ന് ഫുൾ പാസേജ് ഇമ്പോർട്ടൻ്റ് ആണ്. സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ ദ പുവർ നെയ്ബർഹുഡ്സ്. കണ്ടോ, ഇവിടുത്തെ ഈ പ്രദേശത്ത്, ഈ ദാരിദ്ര്യമുള്ള ഈ പ്രദേശത്ത് സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി. അല്പമെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഫെസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഒരു സന്തോഷം നിറഞ്ഞത് സാറ്റർഡേ നൈറ്റ് അല്ലെങ്കിൽ സാറ്റർഡേ മാത്രമേ ഉള്ളൂ. ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആർ സോൾഡ് ഫ്രം കൗണ്ട്ലെസ് ലൈറ്റഡ് പുഷ്കാർട്ട്. അപ്പോൾ ഈ പുഷ്കാർട്ട് എന്ന് പറഞ്ഞാൽ ഉന്തിക്കൊണ്ട് കിടക്കുന്ന, നമ്മുടെ ഇവിടെ ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണില്ലേ, അതുപോലത്തെ പുഷ്കാർട്ടുകളിൽ ലൈറ്റ് വെച്ചിട്ട് എല്ലാ സാധനങ്ങളും തന്നെ അന്ന് കിട്ടും. ദ സ്ട്രീറ്റ്സ് ആർ മോർ ക്രൗഡഡ് ദാൻ ഓൺ എനി അതർ ഡേ. മറ്റേത് ദിവസത്തേക്കാളും അന്ന് സാറ്റർഡേ മാത്രം അല്പം തിരക്കുണ്ട്. സാറ്റർഡേ ഈസ് ദ ഡേ ദ പൂർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ഫോർ ദ റിസീവ് ദർ വീക്ക്ലി വേജസ്. കാരണം അന്ന് മാത്രമാണ് ഇവർക്ക് വരുമാനം കിട്ടുന്നത്. കാരണം ആഴ്ചയിൽ വേതനം കിട്ടുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഫോർ കേക്ക് മേക്കിംഗ്: ഫ്ലോർ, ഷുഗർ, ഫാറ്റ്, റേസിൻസ്, എഗ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിന് എന്തൊക്കെ ചേരുവകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ മാവ്, അരി, മറ്റേ എന്ത് മാവാണ്, അരി എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന മാവ്, പിന്നെ ഷുഗർ, പിന്നെ ഫാറ്റ്, എന്തെങ്കിലും ഓയിൽ എന്താണെന്ന് വെച്ചാൽ നെയ്യ് എന്താണെന്ന് വെച്ചാൽ അത്, പിന്നെ റേസിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡ്രൈഡ് ഗ്രേപ്സ് ആണ്, പിന്നെ എഗ്ഗ്. അതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ആൻഡ് സോ ഫോർ were set out in the readiness upon the dresser, and several freshly baked cakes in tins were also there. അപ്പോൾ തന്നെയുമല്ല, അമ്മ ഇതിൻ്റെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന, ടിന്നുകളിലാക്കി വെച്ചിരിക്കുന്ന കേക്കും ധാരാളമായിട്ട് ആ ടേബിളിലുണ്ട്. സിറ്റിംഗ് ഇൻ സച്ച് എ പുവർ കിച്ചൺ വിൽ നോട്ട് ബി വെരി പ്ലസൻറ്റ് ഫോർ യു, വിൽ ഇറ്റ്? മിസ്സസ് ക്ലിഫോർഡ് സെഡ്.
ഐ ഹാവ് ഓൾമോസ്റ്റ് ഫിനിഷ് മൈ വർക്ക്. മാഗി, ടേക്ക് ഹിം ഇൻ ടു ദ സിറ്റിംഗ് റൂം, ഐ വിൽ കം ഇൻ എ മിനിറ്റ്. അപ്പോൾ തന്നെയുമല്ല, ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ളൊരു തന്നെയല്ല അത്രയൊരു ഭംഗിയുള്ള അടുക്കളയൊന്നും അല്ലല്ലോ. അപ്പോൾ അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ട് കാണും. നീ ഇദ്ദേഹത്തെ മുകളിലേക്ക് കൊണ്ടുപോകും. നോ ഐ പ്രൊട്ടസ്റ്റ്, ഐ ക്യാൻ സിറ്റ് ഹിയർ വെൽ ഇനഫ്. ദ കേക്ക്സ് യു മേക്ക് ആർ നൈസ് വൺസ്, ഐ മസ്റ്റ് സേ. തന്നെയുമല്ല, എനിക്കിവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല. അദ്ദേഹവും അതിലും നല്ല വളരെ പൊളൈറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. മിസ്സിസ് ക്ലിഫോർഡ് താങ്ക് മീ വിത്ത് എ സ്മൈൽ. വാട്ട് കൈൻഡ് ഓഫ് കൺട്രി ഈസ് ഇന്ത്യ സർ? ആസ്ക്ഡ് മിസ്സിസ് ക്ലിഫോർഡ് as she resumed cooking. അപ്പോൾ ഈ അമ്മ ചോദിക്കുന്നതും അതാണ്, ഇന്ത്യ എങ്ങനെയുള്ള ഒരു രാജ്യമാണ്? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി, സേഫ് ടു ലീവ് ഇൻ. അവിടെ താമസിക്കാൻ യോഗ്യമാണോ? സർട്ടൺലി, ബട്ട് നോട്ട് കോൾഡ് ലൈക്ക് ദിസ് കൺട്രി. ഇതുപോലെ തണുപ്പുള്ള പ്രദേശമല്ല. ഇറ്റ് ഈസ് സംവാട്ട് ഹോട്ട്. ഇന്ത്യക്ക് പൊതുവെ ചൂട് കൂടിയ സ്ഥലമാണ്. ആർ ഇൻ ദ ടു മെനി സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ്? അമ്മ ചോദിക്കുന്നതും മകൾ ചോദിച്ച അതേ ചോദ്യമാണ്. അവിടെ ടൈഗറും അതുപോലെ തന്നെ സ്നേക്സും ഒക്കെ നിറഞ്ഞുള്ള സ്ഥലമാണ്, കാടാണ് ഫുള്ള്. ആൻഡ് ഡോണ്ട് ദേ കിൽ പീപ്പിൾ? അവർ ആളുകളെ ഈ ജീവജാലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളെ കൊന്നെടുക്കില്ലേ? ഡോണ്ട് ബിലീവ് ദാറ്റ്. ഐ ലവ് സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് കീപ് ടു ദ ജംഗിൾസ്. ദേ ഗെറ്റ് കിൽഡ് ദംസെൽസ് ആൻഡ് ഇഫ് ദേ കം ടു ക്ലോസ് ടു ദ പ്ലേസസ് വെർ പീപ്പിൾ ലീവ്. തന്നെയുമല്ല, അവർ കാടുകളിൽ മാത്രം വസിക്കുകയാണ്. തന്നെയല്ല, ഈ നാട്ടുമ്പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് ആപത്താണ്, ഈ മാതിരിയുള്ള മാരകമായ ജീവികൾക്ക്. ആൻഡ് ഫീവേഴ്സ്? പിന്നെ അവർക്കറിയേണ്ടത് രോഗത്തെക്കുറിച്ചാണ്. ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ ദർ ഈസ് മോർ ഫീവർ ദാൻ അതേഴ്സ്. ഇറ്റ് ഈസ് നൈദർ ദ സെയിം എവരിവർ നോർ ദ സെയിം ഓൾ ദ ഇയർ റൗണ്ട്. തന്നെയല്ല, ചില സ്ഥലങ്ങളിലൊക്കെ പനി അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് എല്ലാ വർഷവും എല്ലാ സമയത്തും ഇങ്ങനെ പനി കൊണ്ട് നിറഞ്ഞൊരു സ്ഥലം അല്ലെങ്കിൽ സ്മോൾ പോക്സ് കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമല്ല ഇന്ത്യ. ചില സ്ഥലങ്ങളിലൊക്കെ ചില രോഗങ്ങളൊക്കെ ഇല്ലാതില്ല. My son is in the Punjab. Here is a soldier. What kind of a place is the Punjab? The Punjab. കണ്ടോ, അത് തന്നെയല്ല, ദ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ 5 നദികളെ കൊണ്ട് ചേർന്ന് അല്ലെങ്കിൽ ഒഴുകുന്ന രാജ്യസ്ഥലമാണ് പഞ്ചാബ്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലൂറൽ സെൻസിലാണ് ദ പഞ്ചാബ് എന്നാണ് എപ്പോഴും പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോളാം, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അവിടെ ചേർത്തിരിക്കണം. ഹീസ് എ സോൾജിയർ. എൻ്റെ മകൻ അവിടെ ഒരു സോൾജിയറാണ്. ദ പഞ്ചാബ് ഈസ് എ വെരി ഫൈൻ പ്ലേസ്. ദർ ഈസ് എ ലിറ്റിൽ ഫീവർ ദർ. ഇറ്റ് ഈസ് എ വെരി ഹെൽത്തി. പഞ്ചാബിലാണോ? പഞ്ചാബ് വളരെ നല്ല പ്രദേശമാണ് ജീവിക്കാൻ. ഐ ആം ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്, മിസ്സസ് ക്ലിഫോർഡ്. ഞാൻ ഈ കാലം മുഴുവൻ പേടിച്ചിരുന്നു. ഇന്ത്യയിൽ മുഴുവൻ പനിച്ചു വിറങ്ങലിച്ചിരിക്കുന്ന രാജ്യമാണെന്നും അതുപോലെ തന്നെ മറ്റ് ജന്തുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതൊക്കെ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ സമാധാനമായി. ഹെർ ബേക്കിംഗ് വാസ് ഫിനിഷ്. And Maggie, she said, take Mr. Gupta upstairs. I will wash my hands and bring tea. Maggie showed the way to their sitting room and I followed. The furniture was cheap and there was not much of it. The carpet was all torn in places, but everything was extremely clean. Maggie drew the curtains and opened the windows, and there was a glass bookcase. I stood in front of it. തന്നെയല്ല, അമ്മ മോളിൽ കൊണ്ടുപോയെങ്കിലും അവർ മറ്റ് പ്രദേശങ്ങളിൽ കാണുന്ന പോലെ അത്ര ഭംഗിയുള്ള ഫർണിച്ചറുകളോ ഇവിടെ വില കൂടിയ ഫർണിച്ചറുകളൊന്നുമില്ല. ഫർണിച്ചറുകളൊക്കെ വളരെ ചീപ്പാണ്. എല്ലാവരുടെ മുറികളിലൊക്കെ റെഡ് കാർപ്പറ്റ് വിരിക്കും, അല്ലെങ്കിൽ കാർപ്പറ്റ് വിരിക്കുമ്പോൾ ആ കാർപ്പറ്റ് കാർപ്പറ്റ് വിരിക്കും. ആ കാർപ്പറ്റ് പക്ഷേ ഇതിലും കീറിയിരിക്കുന്ന കീറിയിരിക്കുന്നതാണ്. പക്ഷേ അതെല്ലാം വളരെ ക്ലീനായിട്ടാണ് വെച്ചിരിക്കുന്നത്. Maggie drew the curtain back and opened the windows and there was a glass bookcase. I stood in front of it. ഞാൻ അവിടെ ഒരു ബുക്ക് കേസ് കണ്ടു. അതിൻ്റെ മുമ്പിൽ ഞാൻ അവിടെ നിന്നു. അപ്പോഴത്തേനും അവരുടെ അമ്മ മുകളിലേക്ക് വന്നു. The week passed. Saturday came again. I presented myself at the vegetarian restaurant once more. I entered. I saw the girl sitting at the same table as before. She was eating. I walked up and took the chair opposite hers, saying, "Good afternoon." "Good afternoon, sir," she responded hesitantly. By making one brief remark after another, I was able slowly to start a conversation. At last she asked, "Are you an Indian?" "Yes." "Excuse me, are you vegetarian?" അപ്പോൾ ഇവിടെ അദ്ദേഹം ഇതിലെല്ലാം തിരക്കി നടന്നെങ്കിലും അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ സാറ്റർഡേ ദ സെയിം റെസ്റ്റോറൻറ്റിൽ ആ പെൺകുട്ടി ദ സെയിം ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചോദിച്ചാലും ഷീ റെസ്പോണ്ടഡ് ഹെസിസ്റ്റൻ്റ്ലി, ഒരു മടിയോടുകൂടി, അല്ല വളരെ പെട്ടെന്ന് ചുറിയുറുക്കായിട്ട് സ്മാർട്ടായിട്ട് ആൻസർ പറയുകയല്ല, ഒരു മടിയോട് കൂടിയിട്ടാണ് പെൺകുട്ടി പറയുന്നത്. By making one brief remark after another, I was able
slowly to start a conversation. At last she asked, "Are you an Indian?" അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു കോൺവെർസേഷന് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഒന്ന് ഒരു പക്ഷേ ഇദ്ദേഹം ഒരു അപരിചിതനാണ്, പിന്നെ കുറച്ചും കൂടി ഒരു ജെൻറ്റിൽമാനായിട്ട് ആ കുട്ടിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ചോദിക്കണം, എന്ത് ചോദിക്കണം എന്നുള്ള ഒരു അറിവ് കുറവ് കൊണ്ടും ആകാം. എന്തായാലും അവർ തമ്മിലുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു. "എക്സ്ക്യൂസ് മീ, ആർ യു വെജിറ്റേറിയൻ?" അപ്പോൾ ആദ്യം ചോദിച്ചത് ആർ യു ആൻ ഇന്ത്യൻ. അപ്പോൾ ഇന്ത്യക്കാരനാണോ, അതാണ് ആ പെൺകുട്ടിക്ക് അറിയേണ്ടത്. അപ്പോൾ ആ ഇദ്ദേഹത്തിൻ്റെ ലുക്കിലും ഭാവത്തിലും മട്ടിലും അല്ല ഒരു ഇന്ത്യക്കാരനാണെന്ന് ആ കുട്ടിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ക്യാഷ്യറിൻ്റെ അടുത്ത് തിരക്കിയിട്ട് പോയത് ആദ്യം. ഇപ്പോൾ പറഞ്ഞു ആർ യു വെജിറ്റേറിയൻ. അപ്പോൾ ചോദിച്ചു എന്താ നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ആണോ? വൈ ഡു യു ആസ്ക് ദാറ്റ്? ഇപ്പോൾ കുട്ടിയുടെ മറുപടി, ഐ ഹാവ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. ഹൗ ഈസ് ഇറ്റ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ? ഇന്ത്യയെക്കുറിച്ച് താങ്കൾക്ക് എങ്ങനെ അറിയാം? മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ, ഹീസ് എ സോൾജിയർ. അപ്പോൾ അതാണ് കാരണം. പെൺകുട്ടിയുടെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ, ഒരു സഹോദരനുണ്ട്, അത് ഈ കുട്ടിയെക്കാളും മൂത്തതാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹീസ് എ സോൾജിയർ. ഐ ആം നോട്ട് മച്ച് ഓഫ് എ വെജിറ്റേറിയൻ. ഐ ആൻസേർഡ് ഹർ ക്വസ്റ്റ്യൻ, ബട്ട് ഐ എൻജോയ് വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ. ദ ഗേൾ സീം ഡിസപ്പോയിൻറ്റഡ്. ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന നിരാശ. ഞാനൊരു പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഐ എൻജോയ് വെജിറ്റേറിയൻ, ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിഷ്ടം വെജിറ്റേറിയൻ മീലാണ്. ഐ ലേൺ ദാറ്റ് ഹെർ ഓൺലി ഗാർഡിയൻ വാസ് ദിസ് എൽഡർ ബ്രദർ ഹു ഈസ് വർക്കിംഗ് ഇൻ ഇന്ത്യ. ഷീ ലിവ്ഡ് വിത്ത് ഹെർ ഓൾഡ് വിഡോവ്ഡ് മദർ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം കൊണ്ട് പിടികിട്ടി, കുട്ടിക്ക് അച്ഛനില്ല, കാരണം അമ്മ വിഡോയാണ്. വിഡോ എന്ന് പറഞ്ഞാൽ വിധവ. ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ? ചേട്ടനെക്കുറിച്ച് വാർത്തകൾ അറിയാറുണ്ടോ? ഹിയർ ചെയ്യാൻ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ മീനിങ് അതാണ്, ചേട്ടനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാറുണ്ടോ? വി ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. മൈ മദർ ഈസ് വെരി വറീഡ്. പീപ്പിൾ ടെൽ ഹെർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ഷീ ഈസ് അഫ്രൈഡ് സംതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻ ടു ഹിം. ഇസ് ഇറ്റ് ട്രൂ സർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്? അതാണ് ഈ പെൺകുട്ടിയെ ഇത്ര ദുഃഖത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോഴെല്ലാം ഒരു ദുഃഖഭാവമാണ് ഈ കുട്ടിയുടെ. കാരണം വീട്ടിൽ അമ്മ എപ്പോഴും എന്താ സംസാരിക്കുന്നത്? വി ഹാവ് ഹാഡ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. ചേട്ടൻ്റെ അടുത്തുനിന്നുള്ള കത്ത് കിട്ടിയിട്ട് കുറേ നാളുകളായി. മൈ മദർ ഈസ് വെരി വറീഡ്. അമ്മ ദുഃഖിക്കുന്നു. പീപ്പിൾ ടെൽ ഹെർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ഇന്ത്യയിൽ മുഴുവനും ടൈഗറിനെ കൊണ്ടും പാമ്പുകളെ കൊണ്ടും അതുപോലെ തന്നെ എവിടെയും പനിയെന്ന് ഉദ്ദേശിക്കുന്ന അന്ന് സ്മോൾ പോക്സിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ അത് അങ്ങനെ കേട്ടതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പേടി. ചേട്ടൻ്റെ കത്തുകളും വരുന്നില്ല. ഷീ സഫ്രൈഡ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം. ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളൊരു പേടിയാണ് അമ്മയ്ക്ക്. ഈസ് ഇറ്റ് ട്രൂ സർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവർ? ശരിയാണോ, ഞങ്ങൾ കേട്ടത് ശരിയാണോ? ഇന്ത്യയിൽ നിറച്ചും ടൈഗറും അതുപോലെ സ്നേക്സും അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ ഈ മാതിരിയുള്ള മാരക രോഗങ്ങളാണോ? നോ, ഐ സ്മൈൽ. ഹൗ കുഡ് പീപ്പിൾ ലീവ് ദർ ഇഫ് ഇറ്റ് വർ? ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി. Mother says that she would like to ask an Indian about these things. If she can find an Indian, the girl looked at me with eyes full of entreaty. Entreaty എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു റിക്വസ്റ്റ്, ഒരു വളരെ ദയനീയമായിട്ടുള്ള റിക്വസ്റ്റ്, ഒരു അപേക്ഷ. എന്താ അപേക്ഷ? മദർ സേസ് ദാറ്റ് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ അബൌട്ട് ദീസ് തിങ്സ് ഇഫ് ഷീ ക്യാൻ ഫൈൻഡ് ആൻ ഇന്ത്യൻ. അപ്പം അമ്മ എന്നും വീട്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ട്. ചെറിയ കുട്ടി, ഇവിടെ ചെറിയ പെൺകുട്ടിയാണ്, 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, അല്ല 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടെയും അമ്മയുടെ ഈ ദുഃഖം അമ്മ എപ്പോഴും പറയുന്നത് കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കാമായിരുന്നു, അവിടെ എങ്ങനെയുണ്ട്, ഇന്ത്യ രാജ്യം എങ്ങനെയുണ്ട് എന്നൊന്ന് തിരക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ആദ്യമേ തന്നെ ഒരു ഇന്ത്യനാണ് എന്ന ഉള്ളൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ടു കഴിഞ്ഞപ്പം ഒരു ഇന്ത്യൻ ആണെന്ന് സംശയിച്ചത്. ഇനി തന്നെയുമല്ല, ഇന്ത്യൻ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവർക്കൊന്ന് ചോദിക്കാനുണ്ട്. അതാണ് ആദ്യത്തെ ആ ഒരു ആങ്സൈറ്റി ഈ പെൺകുട്ടിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷീ ഫെൽ. ഷീ വാണ്ടഡ് മീ ടു സീ ഹെർ മദർ, ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് മീ ടു അക്കമ്പനി ഹെർ ഹോം. എ keen desire to meet this poor anxious mother took hold of me, and I had not had the opportunity to visit that impoverished English home. I wished to see how the poor lived in this country, to know what they think. തന്നെയുമല്ല, I understood how she felt.
and she wanted me to see her mother, and but she did not have the courage to ask me to accompany her home. അക്കമ്പനി എന്ന് പറഞ്ഞാൽ കൊടുത്തു ചെല്ലുക. അപ്പം പെൺകുട്ടിക്ക് അതിനുള്ളൊരു ധൈര്യമില്ല, കാരണം ചെറിയ കുട്ടിയല്ലേ അവൾക്ക് ഇത്രയും ഒരു വലിയൊരു മുതിർന്ന ഒരാളെ കണ്ടപ്പം എങ്ങനെ ചോദിക്കണം, എന്ത് ചോദിക്കണം, കൊടുത്തി പോരാമോ എന്നത് ചോദിക്കാനുള്ള ധൈര്യമില്ല, കാരണം അദ്ദേഹം വളരെ ജെൻറ്റിൽമാനാണ് ആയിട്ടുള്ള ഒരാളാണ്. എ കീൻ ഡിസയർ, എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്ന ഒരു ഡിസയർ, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആഗ്രഹം, ടു മീറ്റ് ദിസ് പോർ ആങ്ഷ്യസ് മദർ ടു ഹോൾഡ് ഓഫ് മീ. ശരിക്കും പറഞ്ഞാൽ അവരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഐ ഹാഡ് നോട്ട് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ആൻ ഇംപവറിഷ് ഇംഗ്ലീഷ് ഹോം. ഇത്രയും ദാരിദ്ര്യമായിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലൊന്നും ഇത്ര ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ആ വീട് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ഇദ്ദേഹത്തിന് തോന്നി. ഐ വിഷ് ടു സീ ഹൗ ദ പുവർ ലിവ്ഡ് ഇൻ ദിസ് കൺട്രി ടു നോ വാട്ട് ദേ തിങ്ക്. അത് തന്നെയുമല്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റ് ലണ്ടനിലുണ്ടോ അതൊന്ന് കാണാൻ ഇദ്ദേഹവും ആഗ്രഹിച്ചു. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം? വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യുവർ ഹോം? ഐ ക്യാൻ ഗോ സം ഡേ. The girl's eyes brimmed with gratitude. Thank you ever so much, she said. It's so kind of you. Can you come now? With pleasure. It will not interfere with anything else you have to do. So, no, not at all. This afternoon is entirely my own. This girl was delighted. We finished the lunch and got up together. Will you introduce me to your mother? എന്നെ അമ്മയ്ക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ ഞാൻ വന്നാൽ? Would you like me to accompany you home? I can go someday. ഞാനങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താങ്കൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? The girl's eyes brimmed with gratitude. അവൾ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു ചോദ്യമായിരുന്നു അത്. പക്ഷേ ചോദിക്കാനുള്ള ധൈര്യം പോരാ. ഇത്രയും ഒരു ജെൻറ്റിൽമാനോട്, ഇത്രയും ഒരു ചെറിയ പെൺകുട്ടി, ദരിദ്രയായി പെൺകുട്ടി എങ്ങനെ ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കുമെന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഞാൻ വരുന്നതിൽ വിരോധമുണ്ടോ? ഏതെങ്കിലും ഒരു ദിവസം സമയം കിട്ടിയാൽ ഞാൻ വന്നാൽ കുഴപ്പമുണ്ടോ? ദ ഗേൾസ് ഐ ബ്രിം എന്ന് പറഞ്ഞാൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ താങ്ക്ഫുൾനെസ് ആണ്, അല്ലെങ്കിൽ നന്ദി കൊണ്ട് ആ പെൺകുട്ടിയുടെ കണ്ണ് സത്യം പറഞ്ഞാൽ നിറഞ്ഞുപോയി. താങ്ക് യു എവർ സോ മച്ച്, ഷീ സെഡ്. ഇറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. ക്യാൻ യു കം നൗ? അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്, ദയാമനസ്കനാണ്. ക്യാൻ യു കം നൗ? ഇന്നെൻ്റെ ഒപ്പം വരാമോ? വിത്ത് പ്ലഷർ, തീർച്ചയായിട്ടും, വളരെ സന്തോഷം. ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. ഇതെന്തെങ്കിലും അങ്ങേക്ക് തിരക്കുള്ള ദിവസമാണെങ്കിൽ ഞാൻ അതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല, അതിൽ കൈകടത്തുന്നില്ല. നോട്ട് അറ്റ് ഓൾ. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ. ഈ ദിവസം എനിക്കൊന്നും ഉച്ചയ്ക്ക് വേറെ ഒരു തിരക്കുമില്ല. ഇത് ഇന്ന് മുഴുവൻ ദിവസവും, ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള ദിവസം മുഴുവനും എനിക്ക് അവകാശപ്പെട്ടതാണ്. ദ ഗേൾ വാസ് ഡിലൈറ്റഡ്. വി ഫിനിഷ് അവർ ലഞ്ച് ആൻഡ് ഗോട്ട് അപ്പ് ടുഗദർ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ലഞ്ചൊക്കെ കഴിച്ച് അവിടുന്ന് അന്ന് ഇറങ്ങുവാണ്. As we walked, I asked her, may I know your name? My name is Alice Margaret Clifford. എൻ്റെ പേര് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ്. Would you mind walking? She asked. No, not at all, I answered. It's not difficult for you? No, I walk home every day. I asked the girl, do you come this way often? Yes, she answered. I work as a typist in the civil service store every afternoon. I come home this way. Today is Saturday, so I am off early. I am not grown up yet, so you may call me what you like. I usually call Maggie, she laughed. As we walked, I asked her, may I know your name? അദ്ദേഹം പേര് ചോദിച്ചു. ആ കുട്ടി പേര് പറഞ്ഞു, ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. വുഡ് യു മൈൻഡ് വാക്കിംഗ്? നടക്കുന്നതിന് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ആ പെൺകുട്ടി അങ്ങേയറ്റം പൊളൈറ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. No, not at all, I answered. It's not difficult for you. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അതായത് കുട്ടി ചെറിയതായതുകൊണ്ട് ആ പെൺകുട്ടിക്ക് താങ്കൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. നോ, ഐ വാക്ക് ഹോം എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും നടന്ന് തന്നെയാണ് പോകുന്നത്. ഐ ആസ്ക് ദ ഗേൾ, ഡു യു കം ദിസ് വേ ഓഫൺ? നിങ്ങൾ എല്ലായ്പ്പോഴും ഈ ഭാഗത്തോടെ വരാറുണ്ടോ? ഷീ ആൻസേർഡ്. ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോർ. ഞാൻ അവിടെ ടൈപ്പിസ്റ്റായിട്ട് അവിടെ ഒരു സ്റ്റോറിൽ വർക്ക് ചെയ്യുകയാണ്. എവറി ആഫ്റ്റർനൂൺ ഐ കം ഹോം ദീസ് വേ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഈ വഴിക്കാണ് വരുന്നത്. ടുഡേ ഈസ് സാറ്റർഡേ, സോ ഐ ആം ഓഫ് ഏർലി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് എൻ്റെ ജോലി നേരത്തെ ഫിനിഷ് ചെയ്തു. സോ
Shall I call you Miss Clifford or Alice? I am not grown up yet. You may call me what you like. I am usually called Maggie, she laughed. എന്നെ അപ്പോൾ ഇവർ ചോദിക്കുകയാണ് മിസ് ക്ലിഫോർഡ് എന്ന് വിളിക്കണോ അത് ആലീസ് എന്ന് വിളിക്കണോ? അപ്പോൾ ചെറിയ വലിയ പെൺകുട്ടികൾ നമ്മൾ സാധാരണ മിസ് ക്ലിഫ് അല്ലെങ്കിൽ മിസ് ചേർത്തിട്ടാണ് പറയുക, ഇംഗ്ലീഷിൽ സാധാരണ സംസാരിക്കാറ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ അത്ര വലിയൊരു കുട്ടിയൊന്നുമല്ല, ഞാൻ ചെറിയൊരു കുട്ടിയാണ്, എന്നെ വിളിക്കുന്നത് മാഗി എന്നാണ്. അപ്പോൾ താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ആ പേര് വിളിക്കാം. ആർ യു വെരി ആങ്ഷ്യസ് ടു ഗ്രോ അപ്പ്? അപ്പോൾ ഈ കുട്ടിയുടെ ഇതിൽ ഒരു സങ്കടത്തോടുകൂടി പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, ആർ യു വെരി ആങ്ഷ്യസ് ടു ഗ്രോ അപ്പ്? വളരെ പെട്ടെന്ന് വലുതാവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ്, ടെൽ മീ വൈ. വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൽ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്. മൈ മദർ ഈസ് ഓൾഡ്. ഈസ് ദ വർക്ക് ഡു യു യുവർ ലൈക്കിംഗ്? നോ, ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. ഐ വാണ്ട് എ വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ്, ബ്രെയിൻ വർക്ക് ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന മറുപടി എന്ന് പറയുന്നത്, എനിക്ക് വളരെ വലുതാവാൻ പെട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന് പിന്നിലൊരു കാരണം എൻ്റെ അമ്മയെ എനിക്ക് സംരക്ഷിക്കണം. തന്നെയല്ല, അമ്മ വിഡോഡ് മാത്രമാണ് നമ്മൾ നേരത്തെ കേട്ടു. തന്നെയല്ല, എനിക്കിത് മെക്കാനിക്കലുള്ള വർക്ക്, വെറുതെ ഇങ്ങനെ കൈകൊണ്ട് മാത്രമുള്ളൊരു അങ്ങനത്തെ ഒരു ജോലിയല്ല എനിക്കിഷ്ടം. എനിക്ക് എന്തെങ്കിലും അല്പം എൻ്റെ ബ്രെയിനും കൂടെ യൂസ് ചെയ്യാവുന്ന കുറച്ചും കൂടെ നല്ല വർക്ക്, ഒരു സെക്രട്ടറി പോലത്തെ വർക്കുകളൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ കൂടുതൽ സന്തുഷ്ടയാണ്.